തരാം കേട്ടോ. ഒരു മോയ്സ്ചറൈസിങ് ക്രീമാണ്. അപ്പോൾ ഇതിന് മുന്നേ ഞാൻ പോൾസിൻ്റെ സൂപ്പർ ലൈറ്റ് മോയ്സ്ചറൈസിങ് ക്രീം കാണിച്ചു തന്നായിരുന്നു കേട്ടോ. അത് നല്ലൊരു ക്രീമാണ്, പക്ഷെ അത് എല്ലാ സ്കിൻ ടൈപ്പിനും പറ്റിയൊരു ക്രീമല്ലായിരുന്നു. അത് ഇപ്പോൾ ഞാൻ ഒന്ന് കാണിക്കാം. ലാക്മേയുടെ പീച്ച് മിൽക്ക് വൈറ്റമിൻ ഇ ക്രീം മോയ്സ്ചറൈസറാണ്. കണ്ടോ, ഇത് ഞാനിത് മൂന്നാമത്തെ ബോട്ടിലാട്ടോ യൂസ് ചെയ്ത്. ഞാൻ എപ്പോഴും വാങ്ങിക്കുന്നത് ഇങ്ങനത്തെ ചെറിയ ബോട്ടിലാട്ടോ വാങ്ങിക്കാറ്. ഞാൻ വലിയ ബോട്ടിൽ ഏത് ക്രീമിൻ്റെയാണ് വാങ്ങിക്കാറുള്ളത്. ഇങ്ങനെ എത്ര നല്ലതാണെന്ന് പറഞ്ഞാൽ എപ്പോഴും ചെറിയ ബോട്ടിലാണ് മേടിക്കുക. ഇതിന് 130 രൂപയാട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത്. 2 ബോട്ടിൽ കഴിഞ്ഞതാണ്. ഇപ്പം ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പുതിയ ബോട്ടിലാണ്. അപ്പോൾ ഇതെല്ലാം 130 രൂപയുടെ. ആദ്യം ഞാൻ ഫസ്റ്റ് ഇങ്ങനെ 105 അങ്ങനെ ഏതാണ്ടായിരുന്നു റേറ്റ് തോന്നുന്നു. പിന്നെ ഇത് 130 രൂപയായി. ഇത് സൂപ്പറായിട്ടുള്ള ക്രീമാട്ടോ. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നല്ല ഓയിലി സ്കിന്നുള്ളവർ ഉപയോഗിക്കാതിരിക്കും നല്ലത്. കാരണം അവർക്ക് ഇത് ഓൾറെഡി ഒരു അല്പം എന്താ പറയുക, നമ്മുടെ മുഖത്ത് തേച്ച് കുറച്ച് കഴിയുമ്പോൾ ഒരു ഇച്ചിരി ഓയിലി എഫക്റ്റ് വരുന്നുണ്ട്. വല്ലാതൊന്നല്ല, ഒരു കുറച്ച്. അപ്പോൾ നല്ല ഓയിലി സ്കിന്നുള്ളവർ ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ അവർക്ക് പിമ്പിൾസ് വരാനും ആക്നെ ഇഷ്യൂസ് ഉണ്ടാവാനൊക്കെ ഒരു ചിലപ്പോൾ കാരണമായേക്കായി ക്രീം. അപ്പം നല്ല ഓയിലി സ്കിന്നുള്ളവർ ഉപയോഗിക്കാതിരിക്കുക. പിന്നെ നോർമൽ സ്കിന്നാരും കോമ്പിനേഷൻ സ്കിന്നാരും ഡ്രൈ സ്കിന്നുകാർക്ക് ഇത് യൂസ് ചെയ്യാം. ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള സ്കിന്നാണെങ്കിൽ ചിലപ്പോൾ ഒരു ആ ഗ്ലോയൊക്കെ കിട്ടിയെന്ന് വരില്ല. അത് ഉപയോഗിക്കുമ്പോൾ നമുക്കൊരു ഇച്ചിരി കഴിയുമ്പോൾ അല്പം ഒരു ഗ്ലോയും ഒരു മോയ്സ്ചറൈസിങ്, അതായത് ഒരു അല്പം ഓയിലി ആയിട്ട് നമുക്ക് തോന്നുള്ളൂ. ഞാൻ പൗഡർ യൂസ് ചെയ്യാറില്ല കേട്ടോ. ഞാൻ മോയ്സ്ചറൈസ് ക്രീമും സൺ പ്രൊട്ടക്ഷൻ ക്രീമും മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. ഞാൻ പൗഡർ യൂസ് ചെയ്യാറില്ല. പിന്നെ ഇതിന് പുറമെ ഞാനൊരു ഡേ ക്രീമും കൂടെ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതല്ലാതെ വേറെ ഒന്നും ഞാൻ യൂസ് ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ എനിക്കൊരു അല്പം ഓയിലി എഫക്റ്റ് തോന്നാറുണ്ട്. പക്ഷേ എനിക്കങ്ങനെ ഇഷ്ടമാണ് കേട്ടോ. മുഖം എപ്പോഴും ഒരു ഓയിലി ആയിട്ടിരിക്കുന്ന ഇഷ്ടമായ കാരണം ഞാൻ പൗഡറൊന്നും യൂസ് ചെയ്യാറില്ല. പിന്നെ ഇതിൻ്റെ മണം നല്ല അടിപൊളിയായിട്ടുള്ളൊരു മണം കേട്ടോ. നല്ലൊരു നമുക്ക് ഈ കുത്തുന്ന മണമോ ഭയങ്കരമായിട്ട് അങ്ങനത്തെ ഒരു മണം ഒന്നുമല്ല. നമുക്ക് മൈഗ്രെയിൻ ഉള്ള ആൾക്കാർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ക്രീമാണ്. കാരണം അത്ര നമുക്ക് കുത്തുന്ന ഭയങ്കര ഒരു സ്മെല്ലൊന്നും അല്ലാട്ടോ ഇതിനുള്ളത്. ഇതിൻ്റെ കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലൈറ്റ് റോസ് കളറിലാണ് കേട്ടോ ഇതിൻ്റെ കളർ. ഇത് കഴിയാറായത് ഇച്ചിരിയേ ഉള്ളേ. ഞാൻ പുതിയൊരു ബോട്ടിലാണെങ്കിൽ അതാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇത് എൻ്റേത് ഡ്രൈ സ്കിൻ ആയതുകൊണ്ട് ഞാൻ അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ എടുത്ത് യൂസ് ചെയ്യുന്നുണ്ട്. എന്നാലേ എനിക്ക് ആ മോയ്സ്ചറൈസിങ് എഫക്റ്റ് കിട്ടാറുള്ളൂ കേട്ടോ. ഉണ്ടോ, ഫുൾ ഫേസിൽ ഞാനത് അപ്ലൈ ചെയ്തു. ഡ്രൈ സ്കിന്നുള്ളൊരു കുറച്ച് അത്യാവശ്യം കുറച്ചെടുത്ത് തേക്കണം കേട്ടോ. ഉണ്ടോ, നല്ലൊരു ഗ്ലോയൊക്കെ തോന്നുന്നുണ്ട്. പൗഡർ ഇടാത്തതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ തന്നെ നിൽക്കുകയും ചെയ്യും കേട്ടോ. പൗഡർ ഇടുന്നവർക്ക് അതൊന്നും ഉണ്ടാകാൻ വഴിയില്ല. കാരണം പൗഡർ ഇടുമ്പോൾ നമ്മുടെ ഫേസ് ഡ്രൈ ആവുമല്ലോ. അപ്പോൾ നല്ല ഓയിലി ആയിട്ടുള്ള സ്കിന്നുകാർക്ക് ഇത് അത്ര സ്യൂട്ട് ആവണമെന്നില്ല. നല്ല ഡ്രൈ ആയിട്ടുള്ളവർക്കും സ്യൂട്ട് ആവണമെന്നില്ല കേട്ടോ. അത് ഈ ചില ആൾക്കാർക്ക് സ്കിൻ ഭയങ്കര ഡള്ളായിരിക്കേ, അല്ലെങ്കിൽ ഈ ഒരു ബ്ലാക്ക് കുത്തല്ല, ഒരു ഷെയ്ഡ് പോലെ ലൈൻ പോലെയൊക്കെ ഇങ്ങനെ ഒരു ചെറിയ ഷെയ്ഡ് പോലെയൊക്കെ ഇങ്ങനെ ബ്ലാക്ക് വരും അല്ലേ. അങ്ങനെയുള്ളവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഇത് ഉപകാരപ്രദം. ഒരു ബ്രൈറ്റ്നെസ് നമ്മുടെ ഫേസിൽ കൊണ്ടുവരാം. അതായത് വെളുക്കുന്നല്ല കേട്ടോ ഞാൻ പറയണത്. ഡള്ളായിട്ടിരിക്കുക അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് ഷെയ്ഡ് പോലെ അതൊക്കെ ഒന്ന് മാറിയിട്ട് മുഖം ഒന്ന് ഫ്രഷ് ആവും. ആ ഡൾനെസ്സൊക്കെ മാറ്റാൻ നമ്മളെ ഈ ക്രീം ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇത് നല്ല അടിപൊളിയായിട്ടുള്ള ക്രീമാണ്. ഇതിൻ്റെ മണമാണെങ്കിലും സൂപ്പറാണ്. അപ്പോൾ ഞാനത് മൂന്നാമത്തെ ബോട്ട്. പക്ഷേ ഒരുപാട് നെഗറ്റീവ് ഞാൻ ഇതിനകത്ത് റിവ്യൂവിൽ കണ്ടിട്ടുണ്ട് കേട്ടോ. എനിക്ക് അങ്ങനെ അറിയില്ല. കാരണം അത് ഉപയോഗിച്ചിട്ട് കുരു വന്നിട്ടുണ്ടോയെന്നും അതേപോലെ തന്നെ ആക്നെ ഇഷ്യൂസൊക്കെ ഉണ്ടായിട്ടുണ്ടെന്നൊക്കെ ഞാൻ ഇത് ഒരുപാട് റിവ്യൂസിൽ കണ്ടിട്ടുണ്ട്. എനിക്ക് അതിനെക്കുറിച്ച് അറിയത്തില്ല. എൻ്റെ ഫേസിൽ ഇത് ഉപയോഗിച്ചിട്ട് യാതൊരു പ്രശ്നമില്ലെന്ന് മാത്രമേ എനിക്കറിയുള്ളൂ കേട്ടോ. കുറച്ച് കഴിയുമ്പോൾ ഇച്ചിരി കൂടെ കഴിയുമ്പോൾ നമുക്ക് അല്പം കൂടെ ഒരു ഓയിലി ആയിട്ടുണ്ടാകും. നല്ല സോഫ്റ്റായി ഇച്ചിരി നേരം കൂടെ കഴിയുമ്പോൾ നമുക്ക് അല്പം കൂടെ ഒരു ഓയിലി എഫക്റ്റ് വരും കേട്ടോ. അപ്പോൾ നല്ല ഡ്രൈ സ്കിന്നുള്ളൊരു അല്പം ഇച്ചിരി കൂടുതലായിട്ട് എടുത്ത് തേച്ചോട്ടെ. എന്നാൽ മാത്രമേ നമുക്കൊരു മോയ്സ്ചറൈസിങ് എഫക്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ നോർമൽ സ്കിന്നൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ കുറച്ച് തേച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇത് നല്ല അടിപൊളിയായിട്ടുള്ള ക്രീമാണ്. അപ്പോൾ ഇത് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയാട്ടോ ഞാനിപ്പോൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. കാരണം ചിലർ ക്രീമൊക്കെ വാങ്ങിക്കുമ്പോൾ നോക്കും, റിവ്യൂ ഒക്കെ നോക്കിയിട്ട്. ഞാനൊക്കെ അങ്ങനെ നോക്കിയിട്ട് കേട്ടോ വാങ്ങിക്കും. ചിലതൊക്കെ വാങ്ങിക്കുമ്പോൾ ഭയങ്കര ഫ്ലോപ്പായി പോകാറുണ്ട്. അവർ പറയുന്ന ഒരു റിസൾട്ട് നമുക്ക് കിട്ടില്ല, എന്നാൽ നെഗറ്റീവ്. അപ്പോൾ ഓരോരുത്തരുടെ സ്കിൻ ടൈപ്പും ഓരോ രീതിയിലുള്ളതാണ്. ചിലവർക്ക് ഇപ്പോൾ എനിക്ക് സ്യൂട്ടായിട്ടുള്ളൊരു സാധനം വേറൊരാൾക്ക് സ്യൂട്ടാവണമെന്ന് ഇല്ല കേട്ടോ. അപ്പോൾ അതൊക്കെ നോക്കി വേണം വാങ്ങിക്കാനായിട്ട്. സ്കിൻ ടൈപ്പൊക്കെ നോക്കി വാങ്ങിക്കുക. പിന്നെ എനിക്ക് ഇത് യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ഞാൻ അതുകൊണ്ട് തന്നെ ഇത് മൂന്നാമത്തെ ബോട്ടിൽ യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 130 രൂപയാണ് വരുന്നത്. അത് ഇറങ്ങിയിട്ട് ഇതിപ്പോൾ ഇതിൻ്റെ വലിയ ടിന്ന് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. അത് ആദ്യമായിട്ടൊക്കെ വാങ്ങുന്നവർ എപ്പോഴും ചെറിയ ടിന്ന് വാങ്ങി ഉപയോഗിക്കുക. കാരണം നമ്മുടെ ഫേസിന് അത് സ്യൂട്ടായില്ലെങ്കിൽ നമുക്ക് കാശ് വെറുതെ കളയണ്ട.
പിന്നത് സ്യൂട്ടാവാണെന്ന് തോന്നുവാണെങ്കിൽ വലിയ ടീനൊക്കെ വാങ്ങി ഉപയോഗിക്കാം.